ഞാൻ പറഞ്ഞില്ലടാ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണേ. കേട്ടല്ല, ആ വീഡിയോ എടുത്ത് കൊടുത്തടാ. കേട്ടാ പറഞ്ഞേ? കേട്ടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ഇതാ വർത്തിക്കരുത്. ഞാൻ പറഞ്ഞില്ലടാ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണേ. കേട്ടല്ല, ആ വീഡിയോ എടുത്ത് കൊടുത്തടാ. കേട്ടാ പറഞ്ഞേ? കേട്ടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ഇതാ വർത്തിക്കരുത്. ഞാൻ പറഞ്ഞില്ലടാ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണേ. കേട്ടല്ല, ആ വീഡിയോ എടുത്ത് കൊടുത്തടാ. കേട്ടാ പറഞ്ഞേ? കേട്ടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ഇതാ വർത്തിക്കരുത്. ഞാൻ പറഞ്ഞില്ലടാ. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണേ. കേട്ടല്ല, ആ വീഡിയോ എടുത്ത് കൊടുത്തടാ. കേട്ടാ പറഞ്ഞേ? കേട്ടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ലടാ. നീ ഇതാ വർത്തിക്കരുത്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ യുവാവിന് നേരെ ഗുണ്ടാ നേതാവ് കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങളാണിത്. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്. തനിക്കെതിരെ ആരോടെങ്കിലും സംസാരിച്ചാൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഗുണ്ടാ നേതാവ് ഭീഷണി മുഴക്കുന്നുണ്ട്. യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലും സംഘവും ചേർന്നാണ് ഭീഷണി മുഴക്കുന്നതെന്നാണ് സൂചന. നവമി ദിനേശ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഗുണ്ടകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, പല വീടുകളിൽ കയറി ഗുണ്ടാക്രമണം, പൊതുസ്ഥലത്ത് ഗുണ്ടകൾ ആളുകളെ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങളൊക്കെ ഈ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്, ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഒരു യുവാവിനെ എത്തിച്ച് മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കുന്നുമുണ്ട്. നിലവിൽ പോലീസിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഈ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നത് കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലാണ് എന്ന ചില സൂചനകളും ലഭ്യമായിട്ടുണ്ട്. ഇത് ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഈ യുവാവ് ആരാണ്? പരാതിയുമായി പോലീസിനെ സമീപിച്ചോ? ഇത്തരം കാര്യങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്നത്? നവമി, ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഗുണ്ടകളെ വലയിലാക്കാൻ പോലീസ് പരക്കം പായുമ്പോഴാണ് ഇപ്പോഴും ഗുണ്ടകൾ ഈ പട്ടാപ്പകലെടുത്ത ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, പട്ടാപ്പകലെടുത്തൊരു ദൃശ്യമാണ്. ഇപ്പോഴും ഗുണ്ടകൾ കൊച്ചി നഗരം വലഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൊച്ചി നഗരത്തിലുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ആ യുവാവിനെ മുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ഏതോ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവർ പരാമർശിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വീഡിയോ പുറത്തേക്ക് വിടും, നിന്നെ മർദ്ദിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ഈ മുട്ടിൽ നിൽക്കുന്ന യുവാവ് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഈ ദൃശ്യങ്ങളിൽ കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇത് എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ദൃശ്യമാണെന്ന് പോലീസാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇപ്പോഴും ഗുണ്ടകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഇപ്പോഴും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച്, അല്ലെങ്കിൽ പോലീസിനെയും നാട്ടുകാരെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യം കൂടിയാണ്. പോലീസുകാരാണ് നമുക്ക് ഈ ദൃശ്യം നമുക്ക് ന്യൂസ് 18 തന്നത്. എന്തായാലും ഇത് ആരാണ്? ഈ ശബ്ദത്തിൽ നിന്ന് തന്നെ തമ്മനം ഫൈസലാണ് ഈ ശബ്ദത്തിന് ഉടമ എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ യുവാവ് ആരാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. തമ്മനം ഫൈസലിനെ ഉൾപ്പെടെ ഇതിനു മുൻപും ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആക്രമണത്തിന്റെയും വെല്ലുവിളികളുടെയും ദൃശ്യങ്ങളൊക്കെ പലതവണ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. എങ്കിൽ പോലും പോലീസ് കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഏകദേശം 5000-ഓളം ഗുണ്ടകളെ ഇതിനോടകം പിടിച്ചു എന്ന് പോലീസ് പറയുമ്പോഴും തമ്മനം ഫൈസലിനെ പോലുള്ള ഗുണ്ടാ നേതാക്കൾ, ഗുണ്ടകൾ ഇപ്പോഴും ഈ കൊച്ചി നഗരത്തിൽ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ, അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോഴും ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം. പോലീസ് ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. എന്താണ് ഈ യുവാവ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുട്ടിൽ നിർത്തിക്കൊണ്ട്
ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു ഭീഷണി യുവാവിന് നേരെ ഇവർ ഉന്നയിക്കുന്നത്. തമ്മന ഫൈസൽ മാത്രമല്ല, അയാളുടെ അനുയായികളും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, യുവാവിൽ നിന്ന് മൊഴിയെടുക്കാൻ, പരാതി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാനത്തെമ്പാടും ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ, ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് ഓപ്പറേഷൻ ആഗ് പോലെയുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചു. പക്ഷെ ഇപ്പോഴും ഗുണ്ടകൾ നമ്മുടെ നാട്ടിൽ വിലസുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ. നേരത്തെ ഈ തമ്മനം ഫൈസൽ ഒരു 2 വർഷം മുൻപ് കില്ലർ ജോണി എന്നൊരു ഗുണ്ടയെ കൊച്ചി നഗരത്തിൽ തന്നെ ഒരു ഒളിത്താവളത്തിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട്, ആ കേസുമായി ബന്ധപ്പെട്ട് അന്ന് തമ്മനം ഫൈസലിനെയും സംഘത്തെയും പോലീസ് പിടികൂടുകയും ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോഴും ഇയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നുണ്ടല്ലോ നവമി. തീർച്ചയായും ടോം, ഇവരെ ഏതെങ്കിലും ഒരു കൊലപാതകം നടത്തി പ്രതികളായവരായിരിക്കും. ഇവർക്ക് ശിക്ഷയിൽ ചിലപ്പോൾ ഇളവ് നൽകി ഇവരെ പുറത്തുവിടുന്നവരായിരിക്കും. പക്ഷെ ഇവർ ഈ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലിറങ്ങി നമുക്കൊക്കെ ഭീതി പടർത്തുന്ന, അല്ലെങ്കിൽ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഈ ദൃശ്യങ്ങളും. തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് ഗുണ്ടകളുടെ ഒരു പാർട്ടി. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നു. ആ പാർട്ടിയിൽ ഉൾപ്പെടെ പോലീസ് നടത്തിയതായിരുന്നു. പോലീസ് അന്ന് ആ സമയത്ത് അവിടെ ചെന്നതായിരുന്നു. പക്ഷേ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നു. പിന്നീട് പോലീസ് ഇതിൽ അന്വേഷിക്കുമ്പോഴാണ് കൊലക്കേസ് പ്രതികൾ, കാപ്പ ചുമത്തിയവർ, കഞ്ചാവ് കേസിലെ പ്രതികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പാർട്ടിയായിരുന്നു എന്ന് പറയുന്നു. അതിലെ ആ പാർട്ടി നടത്തിയ അനൂപ് ആയിക്കോട്ടെ ഒരു കൊലക്കേസ് പ്രതിയാണ്. അയാൾ ശിക്ഷ ഇളവ് നേടി, അല്ലെങ്കിൽ വെറുതെ വിട്ട് പുറത്തിറങ്ങിയ ആൾ കൂടിയാണ്. ഇതുപോലെ തന്നെയാണ് പല ഗുണ്ടകളുടെയും കാര്യം. പോലീസ് ഇത്തരത്തിൽ കർശനമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ ആഗ് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകൾ കർശനമായി തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ തമ്മനം ഫൈസലിനെ പോലുള്ള ആളുകൾ തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവർ വീണ്ടും പോലീസിനും നാട്ടുകാർക്കുമൊക്കെ വെല്ലുവിളിയായി തന്നെ ഇവർ ഇപ്പോഴും തുടരുകയാണ് എന്നതൊക്കെ ഉദാഹരണങ്ങളാണ്. ഈ ദൃശ്യം കാണുമ്പോഴൊക്കെ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഈ യുവാവിനെ വെല്ലുവിളിക്കുന്ന, അതായത് ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തമ്മനം ഫൈസലിന്റെ ശബ്ദമാണെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി എന്തായാലും പോലീസ് ഇവരെ കൂടി കസ്റ്റഡിയിലെടുക്കുക, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണോ പോകുന്നതെന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുമുണ്ട്. തമ്മനം ഫൈസലിനെ മാത്രമല്ല, ഇതുപോലെ നിരവധി ഗുണ്ടകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. എറണാകുളം നഗരത്തിൽ ഇപ്പോഴുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ പോലീസ് പിടികൂടാത്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിനു മുൻപും തമ്മനം ഫൈസലിന്റേതായിട്ടുള്ള ഇത്തരത്തിൽ തീർച്ചയായും അത് തന്നെയാണ് നവമി സൂചിപ്പിച്ചതുപോലെ. ഇങ്ങനെ ഗുണ്ടകൾ നമ്മുടെ നാട്ടില് അഴിഞ്ഞാടിയിട്ടും ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിട്ടും പോലീസ് പല കുപ്രസിദ്ധ ഗുണ്ടകളെയും പിടികൂടുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ നമ്മൾ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് വാർത്താ പരമ്പര തന്നെ നൽകിയിരുന്നു. അനസ് വിദേശത്തേക്ക് കടന്ന വിവരം പക്ഷെ നമ്മുടെ പോലീസ് അറിഞ്ഞുപോലുമില്ല. അതിനുശേഷം അനസിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും അവകാശപ്പെടുമ്പോഴും അനസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നത് തന്നെയാണ് ഒരു വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് അനസിനെ പിടികൂടാനുള്ള ഊർജിതമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ ആഗ് പോലുള്ള പദ്ധതികൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടാ സംഘങ്ങൾ പിടിയിലായത് ആലുവ റൂറൽ പരിധിയിലാണ്. ആലുവ റൂറൽ പരിധിയിൽ മാത്രം 200-ലധികം ഗുണ്ടകളെ പിടികൂടിയതാണ് റൂറൽ SP ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യാപക പരിശോധനയ്ക്കായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് നിരീക്ഷണം ശക്തമാക്കിയെന്നും SP ന്യൂസ് 18നോട് പറഞ്ഞു. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അനസിന്റെ കൂട്ടാളിയായിട്ടുള്ള ഒരു മാഞ്ഞാലി സ്വദേശിയെ പിടികൂടിയിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും 4 തോക്കുകൾ പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയും ഊർജിതമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്.
സംസ്ഥാനത്തെ ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഇതിനോടകം തന്നെ 5000-ലധികം ഗുണ്ടകളെയാണ് പിടികൂടിയത്. ആലുവ റൂറൽ പരിധിയിൽ ഈ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി? ഈ കാര്യങ്ങൾ ന്യൂസ് 18നോട് പങ്കുവയ്ക്കുന്നു ആലുവ റൂറൽ SP വൈഭവ് സക്സേന. സർ നമസ്കാരം. ഓപ്പറേഷൻ ആഗ് സംസ്ഥാനം മുഴുവനായി വലിയ രീതിയിൽ പോലീസിന്റെ വലയത്തിലാണ് ഈ ഗുണ്ടകൾ. ആലുവ റൂറലിന്റെ പരിധിയിൽ ഓപ്പറേഷൻ ആഗ് എവിടം വരെ എത്തി? തീർച്ചയായിട്ട് ഒരു വ്യാപകമായ ഈ ഗുണ്ടകളിലെ എത്ര ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണോ. സോ നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലൊക്കെ തന്നെ മോർ ദാൻ 200 ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറേ NDPS കേസുകൾ 107ൻ്റെ പ്രൊസീഡിങ്സ് കാപ്പ പ്രകാരം പുതിയ ആൾക്കാരിനെ എത്ര പ്രപ്പോസൽസ് ഇത് എല്ലാ കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നുണ്ടോ. പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷൻസ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കർശനമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ കർശനമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകൾ നമുക്ക് ഈ അടുത്തിടയിൽ ഗുണ്ടകളുടെ ആക്രമണം ചൊവ്വരയിലടക്കം വലിയ രീതിയിൽ ഗുണ്ട ആക്രമണം പരസ്യമായി വരുന്നു. നാട്ടിലിറങ്ങി അവർ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പോലീസിന്റെ സുരക്ഷ എത്രത്തോളം കർശനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ സ്റ്റേഷൻ മൊബൈൽസ് ഫുൾ ടൈം പുറത്താണ്. വളരെ ശക്തമായ രീതിയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ടോ. എന്തെങ്കിലും ഒരു സംഭവം നടക്കാനെങ്കിൽ പ്രീവിയസ് എനിമിറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈരാഗ്യൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ പോലീസ് സ്ഥലമിൽ എത്തിയിട്ട് എല്ലാ റെസ്പോൺസ് കൊടുക്കാറുണ്ട്. ഇതുവരെ നമ്മുടെ ജില്ലയിൽ ഏകദേശം എല്ലാ കേസുകളിൽ ഉടൻ തന്നെ ഈ വളരെ പ്രോംപ്റ്റ് ആക്ഷൻ പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കുറേ സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തുന്നുണ്ട്. ഏരിയ ഡോമിനേഷൻസ് പ്രത്യേകിച്ചും അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ പെരമ്പൂർ സൈഡിൽ ആലുവ സൈഡിൽ നടക്കാറുണ്ട്. സോ വളരെ കർശനമായ രീതിയിൽ എല്ലാം വളരെ സജീവമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായിയായ റിയാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തോക്കുകളടക്കം പിടികൂടുകയും ചെയ്തു. ആ അന്വേഷണം ഏതുവരെയാണ് സാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും അത് പല കേസുകളിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായി ഇത് ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് കുറേ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ, കുറേ ഇൻഫർമേഷൻ ഉണ്ടോ. ഇൻഫർമേഷനിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് റെയ്ഡ്സ് നടത്തുന്നുണ്ട്. ആൻഡ് ബാക്കിയെല്ലാ കാര്യങ്ങൾ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ? എല്ലാ എഫേർട്സ് വിതിൻ ദ ലീഗൽ ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ റെസ്റ്റ് അഷ്യൂർഡ് ഓൾ സ്ട്രിക്റ്റ് ആക്ഷൻസ് ആർ ബീങ് ടേക്കൻ. താങ്ക് യു. പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഹണ്ട് അത് ഊർജിതമായി തന്നെ ആലുവ റൂറൽ പരിധിയിലും നടക്കുന്നുണ്ട്. ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, ഈ ആലുവ റൂറൽ SP സംസാരിച്ചപ്പോൾ ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ആലുവ റൂറൽ പരിധിയിൽ മാത്രം 200-ലധികം ഗുണ്ടകളെ പിടികൂടാൻ കഴിഞ്ഞെന്ന് പോലീസ് അവകാശപ്പെടുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും പല കുപ്രസിദ്ധ ഗുണ്ടകളും ഈ പെരുമ്പാവൂരിലും ആലുവയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിലസുന്നതായി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കുന്ന, അതല്ലെങ്കിൽ പോലീസ് പിടികൂടാതെ നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് രീതിയിലുള്ള നടപടി സ്വീകരിച്ചു? ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചോ, അതല്ലെങ്കിൽ സാധാരണഗതിയിൽ കാപ്പ ചുമത്താം? ഇതുവരെയും ഈ റൂറൽ പരിധിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി പിടികൂടിയ ആർക്കെതിരെയും കാപ്പ നടപടികൾ ഉണ്ടായില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുക, അതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. അത്തരമൊരു നടപടി മാത്രമായിരിക്കുമല്ലോ അല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ആലുവ റൂറൽ പരിധിയിൽ നിന്നും 200-ലധികം ഗുണ്ടകളെ പിടികൂടിയെന്നാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന ന്യൂസ് 18നോട് പറഞ്ഞത്. അതോടൊപ്പം ഈ പിടികൂടിയവർക്ക് വേണ്ട നടപടികൾ, ഈ കാപ്പ ചുമത്തേണ്ടവരുണ്ടെങ്കിൽ അവർക്കെതിരെ അത് ചുമത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രാഥമികമായി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് ആദ്യമായി ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളതെന്നാണ് റൂറൽ SP പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകളുടെ മേലൊരു നിരീക്ഷണവും എപ്പോഴും പോലീസ്
പോലീസിന്റെ നിരീക്ഷണവും ശക്തമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായി റിയാസിനെ പിടികൂടുന്നു. റിയാസിന്റെ വീട്ടിൽ നിന്നും തോക്കുകൾ അടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ആ കേസും മറ്റൊരു ചില കേസുകളുമായിട്ടൊക്കെ ഇതിനു മുൻപ് നടന്ന ഈ രാമനാട്ടുകരയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊക്കെ ഈ റിയാസിന്റെ വീട്ടിൽ തോക്ക് പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടെന്ന് കൂടി SP പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മറ്റൊരു കാര്യം, ഈ പെരുമ്പാവൂർ അനസ് ഗുണ്ടാ തലവനായ തന്നെയാണ് നവമി. ഇപ്പോൾ റിയാസിൽ നിന്നും തോക്ക് പിടികൂടി. ആ തോക്ക് പെരുമ്പാവൂർ അനസിന്റേതാണെന്ന് വ്യക്തമായി. റിയാസ് തന്നെ മൊഴി നൽകി. പലയിടങ്ങളിലും ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണമൊക്കെ ഊർജിതമാക്കിയെങ്കിലും അനസിനെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏത് രീതിയിൽ അനസിനെ നാട്ടിലെത്തിക്കണം, അതിനുവേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് SP പറഞ്ഞത്. പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്ത് പറയുന്നില്ല. കാരണം പെരുമ്പാവൂർ അനസിന് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത തുറന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോയാലോ, അതുകൊണ്ട് വളരെ രഹസ്യമായി തന്നെ അത് വെക്കുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുകൂടി SP പറയുന്നുണ്ട്. ഉടനെ തന്നെ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണം ഒക്കെ ഇപ്പോഴും ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് SP പറയുന്നു. അതിലെ ചില രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നുകൂടിയാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു വെക്കുന്നത്. ഈ പെരുമ്പാവൂർ അനസിന്റെ ആയിക്കോട്ടെ, റിയാസിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ തോക്ക് അത് പെരുമ്പാവൂർ അനസിന്റേതാണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. റിയാസിന്റെ മൊഴി അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതെല്ലാം ചെന്നു നിൽക്കുന്നത് പെരുമ്പാവൂർ അനസിലേക്കാണ്. പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നിരിക്കുന്നു. അതുപോലും പോലീസ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയത് തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത, ഈ ഔറംഗസീബുമായി നടത്തിയ അഭിമുഖം, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പെരുമ്പാവൂർ അനസിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത് പോലും. പക്ഷേ പെരുമ്പാവൂർ അനസ് വിദേശത്താണെങ്കിൽ കൂടിയും അയാളുടെ മേൽനോട്ടത്തിൽ പല ക്രിമിനൽ കേസുകളും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പിന്നീടാണ് പോലീസിന് വ്യക്തമായത്. എന്തായാലും ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അന്വേഷണവും അല്ലെങ്കിൽ എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ആലുവ റൂറൽ SP പറഞ്ഞത്. എന്തായാലും എത്രയും വേഗം ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ പോലീസിന് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊരു അന്വേഷണം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന അന്വേഷണമാണോ, പിന്നീട് ഈ കേസ് അടച്ചു വെക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം ഇവരെയൊക്കെ പെരുമ്പാവൂർ അനസ് ഈ കേരളം വിട്ട് വിദേശത്തേക്ക് പോയതൊക്കെ ഈ പോലീസുകാരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും പെരുമ്പാവൂർ അനസിനെ പിടികൂടുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം എറണാകുളത്തെ തന്നെ ഈ ഗുണ്ടകളുടെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ കേരളത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിരുന്നു. അനസിനെ പോലുള്ള ക്രിമിനൽ സംഘങ്ങൾ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നത്. അനസ് മാത്രമല്ല, സംസ്ഥാനത്ത് എമ്പാടുമുള്ള കുപ്രസിദ്ധരായിട്ടുള്ള പല ഗുണ്ടകളും ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമായിരുന്നു. പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നു എന്ന് DGP തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഉയർന്നത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണർമാർക്കെതിരെയാണ്. കാരണം ഈ മേഖലകളിലാണ്, ഈ 3 ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായി ഗുണ്ടകൾ വിലസുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഏറ്റവും ഒടുവിൽ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു ഗുണ്ടാ നേതാവ് യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. ഈ വിഷയമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ മാത്രമല്ല, തൃശൂർ കുന്നംകുളത്തും ഗുണ്ടകൾ അഴിഞ്ഞാടിയൊരു ദിവസമായിരുന്നു. കുന്നുകുളം കാണിപ്പയ്യൂരിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ വയോധികയടക്കം 3 പേർക്ക് പരിക്കേറ്റു. 7 അംഗ സംഘമാണ് വീട് കയറി ആക്രമണം നടത്തിയത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, നമ്മൾ ഈ കൊച്ചിയിൽ, അതോടൊപ്പം തിരുവനന്തപുരത്ത്, മലപ്പുറത്തടക്കം ഈ സമീപ ദിവസങ്ങളിൽ ഗുണ്ടകൾ വലിയ രീതിയിൽ ഭീതി വിതച്ച വാർത്തകൾ, ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ഇതിപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്താണ് ഏറ്റവും ഒടുവിൽ മറ്റൊരു സംഭവം. ഒരു വീട്ടിൽ കയറി വയോധികയടക്കം 3 പേരെ ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥ.
ഇതിന് പിന്നിൽ ആരാണ്, എന്താണ് ആക്രമണത്തിന്റെ കാരണം എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി ശാന്തയും 2 മക്കളുമാണ് ഈ സംഘത്തിന്റെ ആക്രമണത്തിനിരയായത്. ഗുണ്ടാസംഘം എന്നാണ് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഈ ആക്രമിച്ചവരിൽ ആദർശ് എന്ന 2 പേരെ മാത്രമാണ് ഇവർക്ക് തിരിച്ചറിയാനായത്. ഇവരുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഇവർ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഇതിന്റെ മുകളിലത്തെ നിലയിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന മറ്റൊരു കുടുംബം, അതിലെ ഗൃഹനാഥൻ മണി എന്ന് പറയുന്ന ആൾ 10,000 രൂപ ഇവരോട് കടം വാങ്ങിയിരുന്നു. ഈ പണം തിരികെ ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 മക്കളെ, അതായത് സിബിയും അഭിയും എന്ന് പറയുന്ന ഈ 2 മക്കളെ ഇവർ പുറത്തു വെച്ച് തന്നെ ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും തുടങ്ങിയ സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ വൈകുന്നേരം 9 മണിയോട് കൂടിയാണ് ഇന്നലെ ഈ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇതിൽ ശാന്തി എന്ന് പറയുന്ന 76-കാരിയായ വയോധികയായ ആ അമ്മയ്ക്ക് മൂക്കിന്റെ പാലത്തിന് പരുക്കേറ്റിട്ടുണ്ട്. 7 അംഗ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കളായ അബിക്കും സിബിക്കും അതുപോലെ പരുക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഈ വീട് വാടകയ്ക്കെടുത്ത വീട് മാറുന്നതുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചാണ് ഗൃഹനാഥൻ മണി എന്ന് പറയുന്ന ആളോട് ഇവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നുമുണ്ടായ വാക്കുതർക്കമാണ്, അതിൽ നിന്നുമുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. യെസ് ആജ്ഞ, ഇപ്പോൾ പരിക്കേറ്റവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വയോധികയുടെ മൂക്കിന് പൊട്ടലുണ്ടെന്ന് പറയുന്നു. ഈ സംഭവത്തിൽ ഇവർ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ ആരാണ്? അതൊരു കൊട്ടേഷൻ സംഘമാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് ആജ്ഞ? പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ തിരിച്ചറിഞ്ഞ 2 പേർ ആദർശും ഈ പറയുന്ന ഗൃഹനാഥന്റെ, അതായത് ഇവരുടെ വീടിന്റെ മുകളിൽ താമസിക്കുന്ന മണിയുടെ മക്കളാണ് ആദർശും ഈ 2 പേരെയാണ് ഇവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരെ ഇവർക്ക് അറിയുക പോലുമില്ല. അതായത് കൊട്ടേഷൻ സംഘമാണ് എന്നൊരു അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ഗുണ്ടകൾ, ചെറുതും വലുതുമായ ഗുണ്ടകൾ മറ്റുള്ളവരെ ആക്രമിക്കുകയും അതിന്റെ വീഡിയോ എടുക്കുകയും കഴിഞ്ഞ ദിവസം കായംകുളത്ത് തന്നെ ഒരു ചെറുപ്പക്കാരന്റെ ഐഫോണും വാച്ചും പിടിച്ചെടുക്കുന്ന, വടിവാൾ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഐഫോണും വാച്ചും പിടിച്ചെടുക്കുന്ന സാഹചര്യം, അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു സാമൂഹിക പരിസ്ഥിതി തന്നെ തകരാറിലാക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഗുണ്ടകൾ വിളയാടുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ സാമൂഹ്യ പരിസ്ഥിതി മാറിക്കഴിഞ്ഞു എന്നൊരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്കാണ്, വിഷയത്തിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിൽ എത്രത്തോളം പോലീസ് ആക്റ്റീവാണ്, എത്രത്തോളം ക്രിയാത്മകമായി ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. യെസ്, ആജ്ഞ സൂചിപ്പിച്ചതുപോലെ പോലീസ് എത്രത്തോളം ആത്മാർത്ഥമായി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഇടപെടുന്നുണ്ട് എന്ന കാര്യം പലപ്പോഴും പൊതുസമൂഹത്തിന് പോലും സംശയം വരുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ ആഗിലൂടെ 6000-ഓളം ഗുണ്ടകളെ 3 ദിവസത്തിനിടെ പിടികൂടിയെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെയാണ് ഈ രീതിയിൽ അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നത്. ഇതോടൊപ്പം നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി പരിശോധിക്കാം. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുകയാണ് പോലീസ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. പൊൻകതിർ പുട്ട് നഗരമായി ചേർന്ന് സ്പോട്ട് ലൈവ് തുടരുന്നു. നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം കേസ് അന്വേഷിക്കും. കേസിലെ മുഖ്യ കണ്ണികൾ ഹൈദരാബാദിലാണെന്ന് പ്രതി സാബിത് നാസർ മൊഴി നൽകിയിരുന്നു. അവയവ കച്ചവടത്തിനായി 20 പേരെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്നും മൊഴിയുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഏറെ നടുക്കമുണ്ടാക്കിയ കേസായിരുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് കേരളത്തിലെ ചില ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന
വിവരങ്ങൾ വാർത്തകളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ വ്യാപകമായ രീതിയിൽ രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ്, അതിലൊരു പ്രധാനപ്പെട്ട കണ്ണി അത് മലയാളിയായിട്ടുള്ള സാബിത് നാസറാണെന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഒരു രാജ്യാന്തര റാക്കറ്റിലേക്ക് വിവരങ്ങൾ എത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിയിൽ നിന്നും, ഈ സാബിത്തിൽ നിന്നും പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം 20 പേരെ ഇറാനിലേക്ക് അവയവ കച്ചവടത്തിന്റെ ഭാഗമായി കടത്തിയിട്ടുണ്ടെന്നാണ്. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? അതായത് 20 പേർ മാത്രമാണ്, 20 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇരകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, ഇപ്പോൾ ഈ അന്വേഷണം അതിൻ്റെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇതിലിപ്പോൾ കൃത്യമായ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അവർക്ക് അവരൊരു പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങൾ അത് സ്ഥിരീകരിക്കുക എന്നതാണ്. ഏറെക്കുറെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു അവലോകനം അവർ നടത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു റാക്കറ്റ് നിലവിലുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അവർ പ്രാഥമികമായ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിന് ബന്ധമുണ്ട്. അത് ഈ പലപ്പോഴും നമ്മൾ ഈ അന്താരാഷ്ട്ര അവയവ മാഫിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് കൃത്യമായ രീതിയിൽ തന്നെ ബന്ധമുള്ള ഒരു ശൃംഖല തന്നെയാണ് ഇത് എന്നത് വ്യക്തമായിരിക്കുന്നു. ഇനി അറിയേണ്ടത് എത്ര പേരെയാണ് ഇവിടെ നിന്ന് ഈ രീതിയിൽ ഈ രാജ്യത്ത് നിന്ന് തന്നെ കടത്തിയിട്ടുള്ളത്, കേരളം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത്, ഒപ്പം തന്നെയും ഈ ഇരകളാക്കപ്പെട്ടവർ അവരിപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച ഒരു ദുരൂഹത അത് വളരെ ശക്തമാണ്. കാരണം ഇവിടേക്ക് തിരിച്ചെത്തിയോ ഇല്ലയോ എന്നതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും. അത് ഒരു അന്വേഷണത്തിന് പ്രത്യേക ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. നിലവിൽ അവയവ മാഫിയയ്ക്ക് ഇരയായവർ അവരുടെ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ചാണ്. 20 പേരെന്ന് പറയുമ്പോൾ അതിലെത്ര മലയാളികൾ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർന്നിരുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന പ്രകാരം 19 പേർ അത് കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് എന്നതാണ്. ഈ 19 പേരിൽ അതിഥി തൊഴിലാളികൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് സബിത പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ. ഇയാളുടെ യഥാർത്ഥ കൂട്ടാളികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. നിലവിൽ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഇത് ഹൈദരാബാദിലാണ് മുഖ്യ ആസൂത്രകൻ എന്നത് പറയുന്നു. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ മാഫിയയുടെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഏകോപിപ്പിക്കുന്നത് എല്ലാം തന്നെ അവിടെ നിന്നാണ്. ഈ സാബിത്തിനെ പോലുള്ള നിരവധിയായ ഏജന്റുമാർ രാജ്യത്ത് ഉടനീളം അവർക്ക് വേണ്ടി വർത്തിക്കുന്നുണ്ട്, നേരിട്ടും അല്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇയാൾ തന്നെയും ഈ അവയവ മാഫിയയുടെ ഭാഗമാകുന്നത് നേരത്തെ ഇയാൾ തൻ്റെ തന്നെ വൃക്ക അത് വിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് ഫലവത്തായില്ല. അങ്ങനെയാണ് ഇവരുമായി പരിചയപ്പെടുന്നത്. ഇവരുമായുള്ളൊരു ബന്ധം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നീട് ഇയാൾക്ക് മനസ്സിലാകുന്നു ഇതിൽ വലിയ സാധ്യതകളുടെ ഒരിടമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു എന്നത്. അങ്ങനെയാണ് ഇവരുടെ കൂട്ടാളിയായി ഇയാൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് ഒരാളെ ഇയാളുടെ മൊഴി പ്രകാരം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ ഒരു കൂട്ടാളിയായിരുന്നു, ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ വർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ വിട്ടയച്ചു എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ സബിത്തിൻ്റെ ഒരു കൂട്ടുകാരി, ഇവർ ജീവിത പങ്കാളി എന്ന രീതിയിൽ കുറച്ചു കാലം താമസിച്ചിരുന്നവരാണ്. ഇവരെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന രീതിയിലേക്ക് പോലീസ് അന്വേഷണം തുടങ്ങുന്നു. ഒപ്പം പാലക്കാട് സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഇവരെ 20 പേരിൽ പെടുത്തിയിട്ടുള്ളത് ഒരാൾ എന്നാണ് ഷമീറിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ്. വീട്ടുകാർക്ക് പോലും ഇയാൾ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ കൊണ്ടുപോയ 20 പേരെ സംബന്ധിച്ച് അവർ പിന്നീട് എന്ത് ചെയ്തു, അവർക്ക് ഇപ്പോൾ എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം വൃക്ക എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ ഈ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുമ്പോൾ ഇവർ ഈ കരൾ ദാതാക്കൾ കൂടി ആയിട്ടുണ്ടോ, അവരിൽ നിന്ന് കരൾ കൂടി സ്വീകരിക്കുന്ന രീതിയിലേക്ക് അവരിൽ നിന്ന് ശസ്ത്രക്രിയ അടക്കം നടത്തിയിട്ടുണ്ടോ എന്ന ഗുരുതരമായ ഒരു സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിനൊരു വ്യക്തമായ രീതിയിലൊരു മറുപടി ഇയാൾ നൽകിയിട്ടില്ല. കാരണം നമുക്കറിയാം ഈ കരളിൻ്റെ ഒരു ഭാഗം അത് വേണ്ടി വന്നാൽ ഇത് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് നമ്മളുടെ എല്ലാം ഒരു ശരീരപ്രകൃതി, ആരോഗ്യ പ്രകൃതി എല്ലാം തന്നെ. അപ്പോൾ ഇത്തരം ഒരു ശസ്ത്രക്രിയയിൽ, സങ്കീർണമായ ശസ്ത്രക്രിയയിൽ എന്തെല്ലാം സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച എന്തെങ്കിലും ഇയാൾ കൃത്യമായി വെളിപ്പെടുത്തിയില്ല. അത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഡാനി. അതുപോലെ എന്തായാലും മറ്റുള്ളവരുടെ ഈ സാമ്പത്തിക പരാധീനതകൾ ഉള്ള, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണ്
ഈ അവയവ കച്ചവട റാക്കറ്റിൻ്റെ ഇരകളായിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പണത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ സാബിത്തിൻ്റെയും ഈ റാക്കറ്റിൻ്റെയും കെണിയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാബിത്ത് പിടിയിലായി ആരെങ്കിലുമൊക്കെ പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം സ്വാഭാവികമായും അത് പിന്നീട് പുറത്തറിയും. അത്തരം കേസുകളുടെ നൂലാമാലകൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പോലീസിനെ സമീപിക്കാനുള്ള, ഈ പരാതിയുമായി സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ സാബിത്ത് തന്നെ ഇരകളായവരുടെ പേരും വിവരങ്ങളും പോലീസിന് കൈമാറാനായിരിക്കുമോ സാധ്യത? ഏത് സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇരകളെ തേടിയുള്ള, കാരണം ഇരകളെ പിടികൂടിയ ഇരകളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ റാക്കറ്റിൻ്റെ പ്രവർത്തന രീതി എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇറാനിലേക്ക് മാത്രമായിരുന്നോ ഇവരെ എത്തിച്ചിരുന്നത്? വൃക്ക മാത്രമാണോ ഇവരിൽ നിന്നും സ്വീകരിച്ചത്? അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ സ്വാഭാവികമായും ഇരകളെ മനസ്സിലാക്കണം. ഇരകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അവരെ എങ്ങനെ കണ്ടെത്താനാണ് പോലീസ് നീങ്ങുന്നത്? ടോം, ഇതിൽ സബിത് നൽകിയിട്ടുള്ള വിവരങ്ങൾ മുഴുവനായി പോലീസ് വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായി അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച കൂടുതൽ വസ്തുതാപരമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും ഇയാൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് സ്വദേശിയായ ഷമീർ നിശ്ചിത് തേടി പോലീസ് ചെല്ലുന്നത്. എന്നാൽ അയാൾ അവിടെ ഇല്ല. ഇയാൾ കുറേ നാളുകളായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇയാളുടെ പാസ്പോർട്ട് സഹിതം വീട്ടിൽ നിന്ന് ഇല്ല, അതും എടുത്തുമാണ് ഇയാൾ പോയിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഇയാൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുപോയെന്ന് പറയുന്നു. ഇയാൾ തിരിച്ചെത്തിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തമായൊരു വിവരം വീട്ടുകാർക്ക് അറിയില്ല ഇയാൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇയാളെ കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് ഇയാൾ ഇതുവരെ സംഘടിപ്പിച്ച് നൽകിയിരിക്കുന്ന മേൽവിലാസങ്ങൾ സംബന്ധിച്ച പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ അതിഥി തൊഴിലാളികൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആളുകളുടെ വിവരങ്ങൾ പൂർണ്ണമായ വസ്തുതകളിലേക്ക് ചെല്ലേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തി ഒരു സ്ഥിരീകരണം നടത്തണം. ഇവർ ഇവിടെ വീടുകളിൽ തിരിച്ചെത്തിയോ, എന്താണ് നിലവിൽ അവരുടെ സ്ഥിതി എന്നത്. അപ്പോൾ അത് ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. കാരണം രാജ്യാന്തര തലത്തിൽ ബന്ധമുള്ള മനുഷ്യക്കടത്തും അവയവ വിൽപ്പനയും ഉൾപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കേരള പോലീസിന്റെ മാത്രം ഒരു അന്വേഷണ പരിധി നിൽക്കുമോ? ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത കാണണോ? 100% ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഇടപെടേണ്ടതായ നിരവധി തലങ്ങൾ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. ഒന്ന്, ഈ രാജ്യാന്തര തലത്തിലുള്ളൊരു ബന്ധം. കാരണം ഇവിടെ നിന്ന് ആളുകളെ അവയവ കച്ചവടത്തിനായി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം കുവൈറ്റിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഇറാനിലെ ഫരീദ് ഖാൻ എന്ന ആശുപത്രിയിലേക്ക് അടക്കം അവിടേക്ക് എത്തിക്കുന്നത്. അവിടെ ഇതിന് സുസജ്ജമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ, ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളടക്കം ചെയ്യുന്ന ഒരു റാക്കറ്റ് അടക്കം അവിടെ പ്രവർത്തിക്കുന്നു. ഇവർക്ക് പണം കൈമാറുന്നു. ഈ പണം എങ്ങനെ കൈമാറുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരങ്ങളില്ല. നിയമപ്രകാരം ഈ രീതിയിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും പുറത്തു വരും എന്നതുകൊണ്ട് സ്വാഭാവികമായി അതിനൊരു ഹവാല മാർഗം ആശ്രയിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉറപ്പാണ്. കാരണം അവിടെ നിന്ന് 60 ലക്ഷത്തിനാണ് ഒരാളിൽ നിന്ന് ഇടപാട് പറഞ്ഞുറപ്പിക്കുകയും പിന്നീട് അതിലേക്ക് പോവുകയും ചെയ്യുന്നതെന്നാണ് സബിത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം പണം ഇവർ കൈപ്പറ്റുന്നത് ഏത് രീതിയിലാണ്? അവിടെ നിന്ന് വിദേശ കറൻസിയായി കൈപ്പറ്റുമ്പോൾ അത്തരം കാര്യങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നത്, ഇവർക്ക് വരുന്നത് ഇതെങ്ങനെയാണ്? അപ്പോൾ ഇതിൽ ഒരു പുറമെ നിന്നുള്ളൊരു ഏജൻസി കേരള പോലീസിന് പുറമെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം ഇത് ഒരു മനുഷ്യക്കടത്തുന്ന രീതിയിൽ തന്നെ സ്വഭാവമുള്ളൊരു കാര്യം തന്നെയാണ്. അവയവ മാഫിയയുടെ ഭാഗമാകുന്നു. അതുമാത്രവുമല്ല, ഈ സബിത്തിനെ പോലുള്ളവർക്ക് പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു, ആരൊക്കെയാണ് ഇവരുടെ ആളുകൾ എന്നത് സംബന്ധിച്ചും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലിലേക്ക് വരാനുള്ള സജീവ സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവർക്കടക്കം ഇയാൾക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ട്, ആരുടെ റാക്കറ്റിൻ്റെ ഭാഗമാണ് ഇവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന, അവയവ കച്ചവടം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതെല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് കേരള പോലീസിനെ കൊണ്ട് മാത്രമായി അത് മുഴുവിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പണത്തിന് വേണ്ടി അവയവം നൽകാൻ പാടില്ല, അവയവദാനം പാടില്ല എന്നൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇത്. ദേശീയ അന്വേഷണ ഏജൻസി സ്വാഭാവികമായും കേസെടുക്കാൻ വരുമ്പോൾ ഇതിന് പിന്നിൽ ഒരു
രാജ്യാന്തര റാക്കറ്റ് എന്നതിനപ്പുറം മറ്റൊരു മാനം കൂടി ഈ കേസിൽ കാണണോ? ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമായി ഉൾപ്പെടെ ഈ കേസിനെ സമീപിക്കേണ്ടതുണ്ടോ? അത് കൂടുതൽ അന്വേഷണത്തിൻ്റെ അതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ മാത്രമാണ് അതിൽ സംബന്ധിച്ച് കൃത്യമായി നമുക്കത് പറയാൻ കഴിയൂ. എങ്കിൽ കൂടിയും ഒരു സാധ്യതയും അന്വേഷണ ഏജൻസികൾ തള്ളുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഇക്കാലം പല രീതിയിൽ പല ഒളിയിടങ്ങൾ പലയിടത്തും സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണ് ആരുടെ എല്ലാം ഒരു പ്രവർത്തനം എന്നത് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായും ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടും വരെയും ഇക്കാര്യത്തിലേക്ക് അന്വേഷണത്തിൽ ഇടപെടാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പ്രാഥമികമായ വിവരശേഖരണം അവർ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും തന്നെ ഇവരുടെ പണമിടപാടുകൾ അത് ഏത് രീതിയിലുള്ളതാണ്, അത് എങ്ങനെയാണ് ആ നെക്സസ് പ്രവർത്തിച്ചിരുന്നത്, പണം എങ്ങനെ കൈമാറുന്നു, ഇവർക്ക് എല്ലാം സാബിത്തിനെല്ലാം ലഭിച്ച പണം അത് എങ്ങനെ വന്നു, അത് ആർക്കൊക്കെ വീതിക്കുന്നു, അത് ആർക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, ആരാണിത് കൈമാറുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. ആര് ഈ പണം തീർച്ചയായും ഹവാല വഴി എത്തിക്കുന്നെങ്കിൽ വിദേശ കറൻസി അതൊക്കെ ഇന്ത്യയിലേക്കോ കേരളത്തിലേക്ക് ഇതെല്ലാം വരുന്നത് ഏതെല്ലാം മാർഗങ്ങൾ വഴിയാണ് ഇവിടേക്ക് അത് കൈമാറ്റം ചെയ്യുന്ന രൂപയിലേക്കെല്ലാം എത്തിക്കുന്നത്, ഇവിടെ ഏതെങ്കിലും ആളുകൾ ഇവർക്ക് വേണ്ടി പാരലായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ. ഒപ്പം തന്നെ ഈ പാലക്കാടുകാരനായ ഷമീർ എവിടെ പോയി എന്നതും ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയവർ, അവർ എവിടേക്ക് പോയി, ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ മറ്റെവിടെയാണ്, ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അതിൽ ഗഹനമായ ചോദ്യങ്ങൾ തന്നെയാണ്. അതിനുത്തരം കണ്ടെത്തേണ്ടത് ദേശീയ അന്വേഷണ ഏജൻസികൾക്കടക്കം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ പണമിടപാടുകളടക്കം ദുരൂഹത നിറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് കേരള പോലീസിന് പുറമെ മറ്റ് ഏജൻസികളും ഈ കേസിൽ ഇടപെടുന്നത്. ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി പോലാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഈ കേസ് പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം ഉടൻ തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റാണ്. നിലവിൽ ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ദേശീയ ഏജൻസികളും ഈ കേസ് ഏറെ ഗൗരവത്തോടു കൂടി കാണുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ, അതോടൊപ്പം ഹവാല ഇടപാടുകൾ ഇതിൻ്റെ മറവിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമായും പരിശോധിക്കുകയാണ്. നിലവിൽ പിടിയിലായ തൃശൂർ സ്വദേശി സാബിത്തിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം. അതായത് കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി യുവാക്കൾ ഇതിൻ്റെ ഇരകളായിട്ടുണ്ട്. കേരളത്തിൽ 20 പേരെയാണ് അവയവ കച്ചവടത്തിനായി താൻ വിദേശത്തേക്ക് കൊണ്ടുപോയതാണ് എന്നാണ് സാബിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി, ഈ അവയവ കച്ചവടത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ. സ്പോട്ട് ലൈവിന് പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതം. കുടക് സ്വദേശിയായ പ്രതി കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന. സംഭവം നടന്ന ബുധനാഴ്ച രാവിലെ മുതൽ ഇയാളെ കാണാനില്ല. ഇയാളെ പിടികൂടിയാൽ മാത്രമേ സംഭവം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. നിലവിൽ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. KB ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് കുടക് സ്വദേശിയായ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. പോലീസ് നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ചില പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ DNA പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവരൊന്നും അല്ല ഈ പ്രതിയെന്നും കുടക് സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് അക്രമിയെന്നും പോലീസ് ഒടുവിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ, പിടികൂടാൻ കഴിയാത്തത് പോലീസിന്? തീർച്ചയായും ടോമെ, ഈ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുടക് സ്വദേശിയായ ആളാണ്, 35 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഈ അതിക്രമം നടത്തിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇയാളുടെ സ്വഭാവ രീതികളൊക്കെ വളരെ വിചിത്രമാണ്. കാരണം ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്നതാണ് ഈ അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത്. ഇയാൾ ഈ കുടക് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഈ മേഖലകളിലേക്ക് ഒക്കെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയാൻ സാധിക്കൂ. എന്തായാലും ഇയാളെ കുറിച്ചുള്ള
പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇയാൾ ഈ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു 14-കാരിയെ ഇത്തരത്തിൽ ആദൂർ വനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരു പ്രതിയാണ്. ഇതിൽ 3 മാസം ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാളെ കുറിച്ച് അറിയുന്നത് ഈ പശുക്കളുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടത്തുന്നത് എന്ന ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ പീഡനത്തിനിരയായ ഈ കുട്ടിയുടെ വീട്ടിൽ ഈ സംഭവം പശുവിനെ പാൽ കറക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന സംഭവം ഉണ്ടായത്. ഏതായാലും ഇയാൾ കഴിഞ്ഞ ഒരു 5 ദിവസം മുൻപ് സമീപത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ, അതും പശു ഉള്ള ഒരു വീട്ടിൽ തന്നെയായിരുന്നു. ഇവിടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത് വീടിന്റെ പിറകുവശത്തോടി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ്. പക്ഷെ അത് മുക്കുമണ്ഡമായതുകൊണ്ട് വലിയ തോതിൽ പരാതിയൊന്നും മുന്നോട്ട് വന്നിരുന്നില്ല. എന്തായാലും അതിൽ രേഖാചിത്രം ഉൾപ്പെടെ പോലീസ് ഉണ്ടാക്കിയിരുന്നു. അന്ന് കൃത്യമായ ഒരു CCTV പോലീസിന് ലഭിച്ചിരുന്നു. അന്ന് ധരിച്ചിരുന്ന വസ്ത്രവും ഈ സംഭവം നടക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രവും ഒരേ വസ്ത്രമായിരുന്നു. എന്തായാലും ഏറ്റവും നിർണായകമായത് നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ CCTV ദൃശ്യം ഈ പ്രതിയുടെ ബന്ധുക്കൾ കാണുകയും ഇയാളെ തിരിച്ചറിയുകയുമായിരുന്നു. കാരണം ഇതിൽ മുഖം വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ പ്രതിയെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചാനലിൽ വന്ന ഈ ദൃശ്യം ഇവരുടെ ബന്ധുക്കൾ ശ്രദ്ധിക്കുകയും ഇത് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇയാളെ കുറിച്ച് ഈ കുടുംബത്തിൽ വീട്ടുകാരെ, അതായത് 4 മക്കളും ഭാര്യയുമാണ് ഇയാൾ വീട്ടിലുള്ളത്. ഇവരെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ലഹരി കടിമയാണ്. മാത്രമല്ല 5 ദിവസം വരെയൊക്കെ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാതെ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സ്വഭാവമുണ്ടെന്ന് പറയുന്നു. കാരണം ഈ തെങ്ങിൻ തോപ്പിലും മറ്റുമാണ് ഇയാൾ ഇത്തരത്തിൽ 4-5 ദിവസങ്ങളിൽ ചെലവഴിക്കുക. അത്തരത്തിലൊക്കെ വിചിത്രമായ ഒരു സ്വഭാവ രീതിയാണ് ഇയാളെ കുറിച്ച് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ. പക്ഷേ ഇപ്പോഴും ഇയാളെ പിടികൂടാനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പിടികൂടാൻ കഴിയാത്തതും. കാരണം ഇയാൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ 4-5 ദിവസമൊക്കെ ഭക്ഷണമില്ലെങ്കിലും ഇയാൾ പിടിച്ചു നിൽക്കും. അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. അത് പ്രത്യേകിച്ച് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇയാളെ പിടികൂടാൻ വൈകും എന്ന ഒരു സൂചനയാണ് പോലീസ് നൽകുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇയാൾക്കായി കർണാടകയിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും ഒക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതിനിടയിൽ തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. നമുക്കറിയാം 1.5 മണിക്കൂറോളമാണ് ഈ പ്രതി ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ തടങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ക്രൂരമായാണ് ഈ പെൺകുട്ടിയോട് പെരുമാറി ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ഉൾപ്പെടെ കുട്ടിക്ക് നൽകി വരുന്നു. ഏതായാലും സന്ദർശകരെ കാണാൻ ഈ കുട്ടിയെ അനുവദിക്കുന്നില്ല. അത്തരത്തിൽ കൃത്യമായ കൗൺസിലിംഗ് ഒക്കെ നൽകി ഈ കുട്ടിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് പോലീസും ഒപ്പം ആശുപത്രി അധികൃതരും ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് പോലീസും ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് ഈ വീടുകളിൽ ഇത്തരത്തിൽ ഈ പശുവിനെ കറക്കുന്നതായാലും രാവിലെ മോട്ടോർ ഓണാക്കുന്നതായാലും ഈ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. കാരണം നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള കഴുകൻ കണ്ണുകളുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ കവർച്ചകളാണ് നിരന്തരം നമുക്ക് ലഭിക്കുന്ന വാർത്ത. ഇന്നും ഒരു പയ്യന്നൂരിൽ 75 പവൻ കവർച്ച ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഇന്നലെയാണ് കാസർഗോഡ് ജില്ലയിൽ 2 കവർച്ച നടന്നത്. ഏതായാലും കവർച്ച പെരുകുന്നു. ഒപ്പം ഇത്തരത്തിൽ പെൺകുട്ടികൾ ഉള്ള വീടിലുള്ളവർ ഈ വാതിൽ തുറന്നിടുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരം അക്രമങ്ങളും കവർച്ചയും അടക്കം പ്രത്യേകിച്ച് ഈ കർണാടക അതിർത്തിയായിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ വർദ്ധിക്കുന്നുണ്ട്. അക്രമികളെയും ഈ കവർച്ചാ സംഘങ്ങളെയും പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല എന്ന ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അതോടൊപ്പം ബൈജു അറിയേണ്ടത് നേരത്തെ മുതൽ തന്നെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഉയർന്നു വന്നിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ചില വ്യക്തികളുടെ DNA പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഈ പ്രതിയുടെ എന്ന തരത്തിൽ ചില ചിത്രങ്ങൾ, ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം ചില ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. ഇത് ഈ പ്രതിയുടെ, അതായത് ഈ കുടക് സ്വദേശിയായിട്ടുള്ള പ്രതിയുടെ ചിത്രം തന്നെയാണോ? പോലീസ് പറയുന്നുണ്ട് അയാളല്ല പ്രതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചിത്രം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമോ പോലീസിന്റെ ഭാഗത്തു നിന്ന്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇയാളെ ഇതുവരെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും പലതരത്തിലുള്ള ഫോട്ടോകളും ഇത്തരത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്നലെ മുതലാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം ചില ഓൺലൈൻ പോർട്ടലുകളിലും ഇയാളുടെ ഫോട്ടം പുറത്ത് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വരുന്നത്. ഇതുവരെ ഈ കേസിൽ ഇയാളെ പ്രതി ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞത്. ഇതിൽ നീലേശ്വരം പോലീസ് ഒരു സംഭവത്തിൽ കേസെടുത്തതായും അറിയുന്നുണ്ട്. എന്തായാലും
എന്തായാലും കൂടുതൽ പേർ ഇതിൽ നിരീക്ഷണത്തിലാണ് ഇത്തരത്തിൽ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഒരു 10 വയസ്സുകാരിയെ അതിക്രൂരമായി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയ ഒരു സംഭവമാണ്. ഇതിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസിന് ഇതിൽ ശേഖരിക്കേണ്ടതുണ്ട്, ഇതിൽ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇയാൾ പിടികൂടിയാൽ പോലും ഇയാളുടെ ഫോട്ടോ ഒരു കാരണവശാലും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. കാരണം ഈ കേസിനെ അത് വലിയ തോതിൽ ബാധിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവരെ കുട്ടി തിരിച്ചറിയാനുണ്ട്, ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡൊക്കെ നടക്കും. നമുക്കറിയാം ഇത്തരം കേസുകളിൽ സാധാരണ നമ്മൾ മാധ്യമങ്ങൾ ഇത് സംയമനം പാലിക്കണമെന്ന്. കാരണം ഈ കേസ് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഒരു അശ്രദ്ധ കൊണ്ട് ദുർബലപ്പെട്ടാൽ അത് ഈ സമൂഹത്തിൽ നൽകുന്ന വളരെ തെറ്റായ സന്ദേശമായിരിക്കും. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഫോട്ടോ പ്രചരിപ്പിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ പേര് പോലും നമ്മളിപ്പോൾ പുറത്ത് പറയുന്നില്ല. കാരണം ഇയാളാണ് പ്രതിയെന്ന് ഇയാൾ കുറ്റം സമ്മതിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ഇപ്പോഴും ഇയാൾ തിരിച്ചറിഞ്ഞു എന്ന് പോലീസ് പറയുമ്പോഴും ഇതിൽ പല സാഹചര്യ തെളിവുകളും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി കുറ്റസമ്മതവും നടത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇയാളുടെ പേര് വിവരങ്ങൾ പോലും പുറത്തുവിടാൻ പറ്റൂ. അത് മാത്രമല്ല ദൃശ്യം മുഖം മൂടി വെച്ചാണ് ഇയാളെ കഴിഞ്ഞ തവണ നമുക്കറിയാം ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് ടോം ചോദിച്ച കാര്യത്തിലേക്ക് വരാം. ആ സമയത്തും അയാളെ തെളിവെടുപ്പിനായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, മുഖം മൂടി വെച്ചായിരുന്നു കൊണ്ടുവരുന്നത്. എന്തായാലും അയാളല്ല ഈ കുറ്റം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അയാൾക്കെതിരെ നേരത്തെ ഉണ്ടായ 2 കേസുകളിൽ വാറന്റ് നിലവിലുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസാണ് ഒന്ന്, മറ്റൊരു അടിപിടി കേസ്. ഈ 2 കേസുകളിൽ ഇയാൾക്ക് വാറന്റ് നിലവിലുണ്ട്. അയാളെ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കി. ഏതായാലും അയാൾക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ ഈ പോലീസ് പറയുന്ന ആൾ, അതായത് കുടക് സ്വദേശിയാണ് ഈ കേസിൽ പ്രതി എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ അതിന് കുറെ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ഇയാൾ എന്തിനാണ് ഈ വീട് തെരഞ്ഞെടുത്തത്, അതിൽ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ 500 മീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇയാളുടെ ഭാര്യ വീടാണ്. 14 വർഷമായി കാസർഗോഡ് ജില്ലയിലാണ് ഇയാൾ താമസം. കുടക് സ്വദേശിയാണെങ്കിലും ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് തീരദേശ മേഖലയിലെ ഒരു വ്യക്തമാണ്. KV ബൈജു സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കുടക് സ്വദേശിയാണ് പ്രതി എന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയത് ഇയാളുടെ തന്നെ ഉറ്റ ബന്ധുവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാനമായ രീതിയിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന അത്തരമൊരു മാനസിക വൈകൃതത്തിനുടമയായിട്ടുള്ള വ്യക്തിയാണ് പ്രതി എന്ന് വിവരങ്ങൾ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നതും. ഇതോടൊപ്പം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഈ ഗാർഹിക പീഡനത്തിന് ഇരകളാകുന്ന യുവതികളെക്കുറിച്ച് പിന്നീട് അവർ ജീവനെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒട്ടേറെ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് കണ്ണൂർ ആലക്കോടാണ്. ആലക്കോട് നവവധു വിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. സ്ത്രീധനം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 23-കാരിയായ ഡെൽന ജീവനൊടുക്കിയത്. യുവതി ഭർത്തൃ വീട്ടിൽ കടുത്ത മാനസിക പീഡനം നേരിട്ടതായി കുടുംബം പറയുന്നു. കൊച്ചിനോട് മോശമായി പെരുമാറുക അമ്മയാണ് 1ാമത്തെ പ്രതി, അത് കഴിഞ്ഞിട്ട് മകൻ 2ാമത്തെ പ്രതി. അങ്ങനെ വരികയുള്ളൂ. എന്നു വെച്ചാൽ അമ്മയുടെ വാക്ക് കേട്ട മകൻ ഓരോ ചൂണ്ടും നീ അമ്മയുടെ സായത്തുമ്പിലെ മകൻ നടക്കുന്നത്. ഒറ്റഘട്ടം ഞാൻ ആ വീട്ടിൽ പോയതുള്ളൂ. അവിടുത്തെ രീതികളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ. എനിക്കറിയത്തില്ല എന്നെ പറയണമെന്നോ. ഇനി ഒരു മകൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി വരാം. എൻ്റെ മകൾക്ക് പറ്റിയാൽ ഒരു മകൾക്കും ഇനി ഒരു അവസ്ഥ വേറൊരു മകൾക്ക് ഇനി വരാൻ പാടില്ല മോനെ. പുള്ളിക്കാരൻ്റെ അമ്മ അവളെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞത്, ആദ്യമേ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞത്, നീ കണ്ടോന്മാരുടെയൊക്കെ നടക്കുന്നോളല്ലേ, നിന്നെ എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റുന്നത്, നിന്റെ തന്തയും തള്ളയും ഇങ്ങനെ തന്നെ പറഞ്ഞു. നിന്റെ തന്തയും തള്ളയും അനിയനും കൂടെ നീ ആരെയും കൂടെ പോയി കടന്നിട്ട് ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് വീട്ടിലോട്ട് വന്നാലും നിന്നെ 2 കൈ കൊണ്ട് സ്വീകരിച്ച് വീട്ടിൽ കയറ്റുന്ന തന്തയും തള്ളയുള്ളേ, അങ്ങനെ ഒരുത്തിനെയൊക്കെ എനിക്ക് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. ആ പെൺമക്കളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനെങ്കിലും നിന്റെ വീട്ടുകാർക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അനിയനും യോഗ്യതയുണ്ടോ? പിന്നെ നിന്നെ പോലെയുള്ള ഒരുത്തിനെ ഞാൻ എന്തിനാ വീട്ടിൽ കയറ്റുന്നത്? നിന്നെ ഇങ്ങോട്ട് കയറ്റാൻ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമില്ല, താല്പര്യമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിന്റെ തന്തയും തള്ളയും കൂടെ എൻ്റെ മോൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ എൻ്റെ മോൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചത്. ആ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ. നിനക്ക് ഇതിലും വലിയൊരു, അതായത് എൻ്റെ ചേച്ചിക്ക് ഇതിലും വലിയൊരു ആലോചന വരത്തില്ലെന്ന് നിനക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ അറിയാം.
എന്നിട്ട് മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാന്നല്ലേ വിചാരിക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. വളരെ മോശമായിട്ട് രീതി ഇതുപോലെ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയണ്ടായി. എല്ലാം എനിക്ക് പറയാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണ്. ശ്രീനി ആലക്കോട് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീനി, സാധാരണ ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ ഒടുവിൽ ഇതെല്ലാം സഹിച്ച് മടുത്ത് പിന്നീട് ജീവനെടുക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഈ ആലക്കോട് ഈ യുവതി വിഷം കഴിച്ച് ജീവനെടുക്കാനുള്ള സാഹചര്യം എന്താണ്? കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോം, ഇത് ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചാണോക്കുണ്ട് കുട്ടിക്കരിയിലെ പുത്തമ്പുരയിൽ ബിനോയ് ബിന്ദു ദമ്പതികളുടെ മകളാണ് ഈ മരണമടഞ്ഞ ഡെൽന. ആലക്കോട്ടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഒമാനിൽ ജോലി ചെയ്തിരുന്ന സനൂപുമായി ഡെൽന അടുപ്പത്തിലാകുന്നത്. തുടർന്ന് ഇവർ കഴിഞ്ഞ ഡിസംബറിൽ രജിസ്റ്റർ ആക്ട് പ്രകാരം വിവാഹം ചെയ്തു. പക്ഷേ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് ഡെൽനയുടെ വീട്ടുകാർക്ക് ഇതിനു മുമ്പ് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സനൂപിനൊപ്പം ജോലി ചെയ്യുന്ന ഒമാനിലേക്ക് പോയ ഡെൽന അവിടെ താമസിച്ചു വരികയായിരുന്നു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഇടയിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതായി ബന്ധുക്കൾ നമ്മോട് പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് ഡെൽന സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തന്റെ ഭർത്താവും മാതാവും കൂടി തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് ഇവർ ബന്ധുക്കൾക്ക് സൂചന നൽകിയിരുന്നു. തുടർന്ന് ഇവർ ആലക്കോട് പോലീസിൽ ഗാർഹിക പീഡന പ്രകാരം പരാതി നൽകുകയും ചെയ്തു. ഇതിനിടെയാണ് ഭർത്താവും സനൂപും അതുപോലെ തന്നെ ഈ ഭർത്തൃമാതാവ് സോളിയും ഡെൽനയുമായി ഫോണിൽ ബന്ധപ്പെടുന്നത്. ഇവർ ഫോണിൽ കൂടി ഡെൽനയോട് പല കാര്യങ്ങൾ സംസാരിച്ചതായിട്ടാണ് ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഡെൽന ഈ ഭർത്തൃ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നും മാനസികമായി വലിയ പീഡനം ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു എന്നും പറയുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഡെൽന എലിവിഷം എടുത്ത് കഴിച്ചത്. ഈ എലിവിഷം കഴിച്ച കാര്യം ഡെൽന ബന്ധുക്കളോട് പറഞ്ഞതുമില്ല. തുടർന്ന് അവശനിലയായ ഡെൽനയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അവിടെ നടത്തിയ പരിശോധനയിലാണ് എലിവിഷം അകത്തു ചെന്നതായി ബന്ധുക്കൾക്ക് പോലും വിവരം ലഭിക്കുന്നത്. തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഡെൽന മരണത്തിന് കീഴടങ്ങുന്നത്. ഈ ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് തന്റെ മകളുടെ മരണത്തിന് കാരണമെന്ന് കാണിച്ച് മാതാവ് ബിന്ദു ആലക്കോട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആണ് ആലക്കോട് പോലീസ് ഈ ഭർത്തൃ മാതാവ് സോളിയെയും സനൂപിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേട്ടോ ശ്രീനി, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ യുവതിയുടെ ജീവനൊടുക്കിയ യുവതിയുടെ എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭർത്തൃ വീട്ടിലെ പീഡനത്തെക്കുറിച്ച് ആരോടെങ്കിലും പങ്കുവയ്ക്കുന്ന തെളിവുകളുണ്ടോ? കാരണം ഈ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ യുവാവിനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാതാവിന്റെ ബിന്ദുവിന്റെ വാക്കുകൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതുപോലെ തന്നെ സഹോദരന്റെയും വാക്കുകൾ കേട്ടതാണ്. ഈ ഭർത്തൃ വീട്ടിൽ തനിക്കുണ്ടായ ഭർത്തൃ മാതാവിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ബന്ധുക്കളോട് ഈ ഡെൽന ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തായാലും വിവാഹം കഴിഞ്ഞതല്ലേ, അതങ്ങനെ പോട്ടെ, സാധാരണഗതിയിൽ വീട്ടുകളിലൊക്കെ ഉണ്ടാവും എന്ന് കരുതി ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത്ര കണ്ട ഒരു മാനസികമായ വലിയൊരു പീഡനം ഡെൽന സഹിച്ചു എന്നുള്ളത് വീട്ടുകാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷം കഴിച്ചത് പോലും വീട്ടുകാർ അറിയാതെ പോയത്. വ്യക്തമാണ്. ആലക്കോട് നിന്ന് ശ്രീനിവാസാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ആലക്കോടാണ് നവവധു വിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം തെന്മലയിൽ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കസ്റ്റഡിയിൽ. തെന്മല ഉറുകുന്ന് സ്വദേശി ആഷിഖ് ബദറുദ്ദീനാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ എത്തിയ തിരുവനന്തപുരം സ്വദേശികളായ യുവതികളാണ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. മനോജ് പുനലൂർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനോജ്, ഈ ഒരു റിസോർട്ടിലെ ശുചിമുറിയിലെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ചിത്രം പകർത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ സ്ഥിരമായി ഇതേ രീതിയിൽ ഒരു സ്വഭാവ വൈകൃതമുള്ള വ്യക്തിയാണോ? ഇതിനു മുൻപ് സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെയാണ് ഈ സംഭവം. ഒരു റിസോർട്ടിന്റെ ശുചിമുറിയല്ല, ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ടേക്ക് എ ബ്രേക്കിലെ ശുചിമുറിയാണ്. അവിടെയാണ് ഇദ്ദേഹം ക്യാമറ ഉപയോഗിച്ചത്. ഇദ്ദേഹം മുൻപും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതം
ഉള്ള ആളാണെന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ ഔദ്യോഗികമായും കേസോ മറ്റു നടപടിക്രമങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. എന്നാൽ 1-2 കേസുകളിൽ ഇദ്ദേഹത്തിന് താക്കീത് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ ടേക്ക് ബ്രേക്ക് ഉള്ളത്. അതിന്റെ ശുചിമുറിയിലാണ് സംഭവം. തിരുവനന്തപുരം സ്വദേശികളെന്നാണ് നമുക്ക് ആദ്യം ഒരു സൂചന ലഭിച്ചിരുന്നതെങ്കിലും കൊല്ലം സ്വദേശിനികളാണ് ഈ ശുചിമുറി ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഇദ്ദേഹം ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. യുവതി ശുചിമുറി ഉപയോഗിക്കുമ്പോൾ ജനലിൽ കൂടി മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത് കണ്ട് ബഹളമുണ്ടാക്കി. പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ടേക്ക് ബ്രേക്ക് നടത്തിപ്പുകാരനെ അല്ലാതെ മറ്റാരെയും അവർക്ക് കാണാൻ സാധിച്ചില്ല. സംശയം തോന്നിയ യുവതികൾ തൊട്ടടുത്ത് ടേക്ക് ബ്രേക്കിന് തൊട്ടടുത്ത് തന്നെയാണ് തെന്മല പോലീസ് സ്റ്റേഷനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയും ഉടൻ തന്നെ പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിപ്പുകാരായ ആഷിഖിനെ എത്തി ചോദ്യം ചെയ്യുകയും മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ മൊബൈലിൽ നിന്നും ചിത്രങ്ങൾ ലഭിച്ചു. ഇത് മുൻപും ഇന്ന് തന്നെ അതേ ദിവസം തന്നെ രാവിലെയും മറ്റ് ചിലരുടെയും ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മൊബൈലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് തെന്മല പോലീസ് ആഷിഖിനെ അറസ്റ്റ് ചെയ്യുന്നത്. വ്യക്തമാണ്. മനോജ് പുനലൂരാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം തെന്മലയിലാണ് ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.